സർവ്വ സ്തുതിഗീതം
സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം നാം ദോരിതമാകണം, നിന്നാജം വന്നിടണം. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. മാനവബന്ധങ്ങൾ ഉദ്ഘോഷിത്തു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നെഞ്ചിത്തം നിറവേറണം. ആവശ്യമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങളുടെ ചെയ്തൊരാളും ഉൾപ്പെടുവാനും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സ്വർഗസ്ഥിതനാം
സ്തുതിതനാഥ സ്തുതിരന്നിസ്തുല മഹിമാവ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവസങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പ്രവർത്തിക്കുന്നതായി പരിഹാരത്തിൽ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ തിരുക്കുമാരന്റെ ധാരത്തെ നിരന്തരം പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥായ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലവാൻ ദൈവം പോക്കുകിൽ നമ്മുടെ അവലംബം. ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തനഗീതം മീട്ടിടുവിൻ, നമ്മുടെ രാജാവല്ലോ. ും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ ദീർഘവാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിതോട് നിൽക്കുന്ന സഭയിൽ നിരന്തരമങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ഭക്തിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. അങ്ങയുടെ സ്വഭാവഗുണത്തിലും എപ്പോഴും ഞങ്ങളെ ദാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സഹോദരരെ, നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരുവാശ്രദിക്കണമേ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എന്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ
ശ്രദ്ധയോടെ കേൾക്കുവിൻ. സ്ത്രീഹന്മാരുടെ പ്രവർത്തനം എന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിയമോപദേഷ്ടാവും സകല ജനത്തിനും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരീസായൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്തുവാൻ നിർദ്ദേശിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിലെ ഈ മനുഷ്യരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ ഈ നാളുകൾക്ക് മുമ്പ് താൻ ആരോ ആണെന്ന് പറഞ്ഞ് ദേവദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലീലക്കാരനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ വഴിതെറ്റിച്ച് തന്റെ പിന്നാലെയാക്കി. അവനും നശിച്ചുപോയി. അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറിപ്പോവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ തനിയെ വിട്ടേക്കുക. കാരണം ഈ പദ്ധതിയും ഈ പ്രവർത്തനവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് താനെ നശിക്കും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങളെ കാണുകയും ചെയ്യും. അവർ അവനെ അനുസരിച്ചു. അവർ സ്ത്രീഹന്മാരെ വിളിച്ചു വരുത്തി പ്രഹരിച്ച ശേഷം ഈശോയുടെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് വിട്ടയച്ചു. അവരാകട്ടെ ഈശോയുടെ നാമത്തെ പ്രതി അപമാനിതരാകാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിലും ഭവനം തോറും ഈശോയാണ് മിശിഹ എന്ന് പഠിപ്പിക്കുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. പ്രകീർത്തനമാലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ കീഴികളാൽ ഹല്ലേലൂയ കീഴികളാൽ കർത്താവിന്റെ ധാനത്തിൽ നന്മനമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. സ്തുതിയുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമെടുക്കുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കരുണാലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരനെ, പൗലോസ് ശ്ലീഹ എഫെസോസിനെ സഭയ്ക്ക് എഴുതിയ ലേഖനം.
വാഴ്ത്തപ്പെട്ടവനായവൻ വാഴ്ത്തപ്പെട്ടവൻ. കാരണം തന്റെ മുൻപാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസ്സിന്റെ പ്രീതി അനുസരിച്ച് ഈശോ മിശിഹ വഴി തനിക്ക് വേണ്ടി നമ്മെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതയ്ക്കടുത്ത് അവന്റെ രക്തം വഴിയുള്ള വീണ്ടെടുപ്പ്, അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇത് അവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് തന്റെ പ്രീതി അനുസരിച്ച് അവനിൽ നിശ്ചയിച്ചു നൽകിയ തിരുമനസ്സിന്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായ സമയത്തിന്റെ പൂർണ്ണതയെ ഏകീഭവിപ്പിക്കുന്ന പദ്ധതി, തന്റെ തിരുമനസ്സിന്റെ തീരുമാനപ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായ ഞങ്ങൾ അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മിശിഹായ മുമ്പേ പ്രത്യാശയർപ്പിച്ച ഞങ്ങൾ അവന്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിന്റെ വചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട അവനിൽ വിശ്വസിച്ച വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൽ മുദ്രിതരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കാനുള്ള നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധായ നമ്മുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വേണ്ടുമെന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. എവിടേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു.
ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. ഈശോ പറഞ്ഞു, കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നിട്ട് ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിനും പിതാവിനുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നില്ല. പ്രതിദായത്തിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിനും പിതാവിനുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്നും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കുടുംബം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവരാദ്യമായി ആഗ്രഹിക്കുന്നത് വസിക്കുവാനൊരു ഭവനമാണ്. സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. വീടുള്ളവനെ മേൽവിലാസമുള്ളൂ, വീടില്ലാത്തവൻ വിലാസമില്ലാത്തവനാണ്. ഇസ്രായേൽക്കാര് മേൽവിലാസമില്ലാത്തവരായിരുന്നു. അവർക്ക് ദേശവും പാർപ്പിടവും നൽകിക്കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. തങ്ങൾക്ക് ദേശവും ഭവനവും നൽകിയതിന് അവർ ദൈവത്തിന് നന്ദിയായി ഒരു ദേവാലയം പണിയുകയും ദീർഘകാലങ്ങൾക്ക് ശേഷം തന്റെ സ്വന്തമായ ജനത്തിന് മേൽവിലാസം നട്ടപ്പോൾ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അതുപോലെ നമുക്ക് സ്വന്തമായി ഒരു വാസസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി പുത്രനായ മിശിഹാ ഭൂമിയിൽ അവതരിക്കുകയും അവിടുത്തെ ആഗമനോദ്ദേശം പൂർത്തിയാക്കി നിത്യഭവനത്തിലേക്ക് പോകുന്നുവെന്നും അവിടേക്ക് നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടു പോകുമെന്നും ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം. നമ്മുടെ നിത്യവാസസ്ഥലം പിതാവിന്റെ ഭവനമാണ്. അതിനെ ഉന്നതമാക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ജീവിതയാത്ര. മനുഷ്യപുത്രനായ ഈശോ നമുക്ക് മുമ്പേ അങ്ങോട്ട് പോയിട്ടുണ്ട്. തന്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ആരോപണത്തിലൂടെയുമായിരുന്നു അവിടുന്ന് കടന്നുപോയത്. രക്ഷയുടെ ആ യാത്രയിലൂടെയാണ് അവിടുന്ന് നമുക്ക് സ്വർഗീയ ഭവനത്തിന് സ്ഥലമൊരുക്കി തന്നിട്ടുള്ളത്. നാമം അവിടുത്തെ പീഡാനുഭവത്തിന് പങ്കാളികളാകുന്നതിനനുസരിച്ചാണ് ഈ സ്വർഗീയ ഭവനത്തിന് അവകാശികളായിത്തീരുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞെരുക്കത്തിലൂടെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ഒരുക്കപ്പെട്ട കാലഘട്ടമാണിത്. ഈ പീഡകളൊക്കെ കർത്താവിന്റെ പീഡകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ വഴിയെ സഞ്ചരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. ഈ വഴിയെ സഞ്ചരിച്ച് ലക്ഷ്യത്തോടെടുക്കുമ്പോഴാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി അവിടുന്ന് വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പിതാവിന്റെ പക്കലേക്ക് സ്വർഗീയ ഭവനത്തിലേക്കുള്ള വഴി അറിയുക എന്നുള്ളത് നമ്മുടെ ജീവിത പ്രശ്നമാണ്. നിത്യജീവിതത്തിന് ആവശ്യമായ അറിവ് നാം നേടിയെടുക്കേണ്ടത് ഈശോയോട് തന്നെ ചോദിച്ചുകൊണ്ടാണ്. ഈ അറിവിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു തോമാസ് ശ്ലീഹാ എന്നുള്ളത് കണ്ടത്. ഞാൻ പോകുന്നതിലേക്കുള്ള വഴി ഏതെന്ന് നിങ്ങൾക്കറിയാം എന്ന ഗുരുനാഥന്റെ വാക്കുകൾക്ക് തോമാസ് ശ്ലീഹാ മറുപടി പറയുന്നത്, നീ എവിടേക്ക് പോകുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ,
പിന്നെ വഴി എങ്ങനെ അറിയും? ഗുരുവിനെ ശിഷ്യൻ ചോദ്യം കൊണ്ട് ബുദ്ധിമുട്ടിച്ചപ്പോൾ ഗുരുവിന് പറയാനുണ്ടായിരുന്നത് ഇതാണ്: ഞാനാണ് വഴിയും സത്യവും ജീവനും. പെരുവഴിയാണ് സുഖകരമെന്ന് അനുഭവം പഠിപ്പിക്കുമ്പോൾ ഇടുങ്ങിയ പാതയാണ് രക്ഷയുടെ മാർഗമെന്നാണ് രക്ഷകൻ പഠിപ്പിക്കുന്നത്. ഞാനാണ് വഴിയെന്ന് രക്ഷകൻ പഠിപ്പിച്ചുവെങ്കിൽ അവിടുന്ന് കാണിച്ച മാർഗത്തിലൂടെ നടക്കുന്നവന് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിന് വാസസ്ഥലം ഉറപ്പാണ്. പുതിയ നിയമത്തില് ഈശോ രണ്ടു തരം വഴികളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമായ വഴിയാണ്. അത് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന വഴിയാണ്. രണ്ടാമതൊരു വഴി അത് വീതിയുള്ളതും വിശാലവുമാണ്. അത് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന വഴിയാണ്. ഈശോ അവലംബിച്ചത് ദുർഘടം പിടിച്ച വഴി തന്നെയാണ്. അപമാനത്തിന്റെയും പീഡാസഹനത്തിന്റെയും ഒക്കെ വഴിയിലൂടെ അവിടുന്ന് നടന്നു തന്റെ ശിഷ്യരുടെ പ്രകാരം തന്നെ ദുർഘടമായ വഴികൊണ്ട് സഞ്ചരിക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു. സഹനത്തിലൂടെ ഉദ്ധാരമെന്ന മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് നമുക്കായി വഴി തുറന്നിട്ടു. മറ്റൊരു മാർഗവും അവിടേക്ക് നമ്മളെ നയിക്കുകയില്ല. പിതാവിന്റെ ഭവനത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന അനേകം വാസസ്ഥലങ്ങളെ കുറിച്ച് കൂടി അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ മരണവും ഉദ്ധാനവും എന്ന മാർഗമാണ് പരമമായ സത്യമെന്നും നിത്യജീവൻ നൽകുന്ന ഏക മാർഗമെന്നുമാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള പ്രബോധനങ്ങൾ വഴി സ്വർഗീയ ഭവനത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് നമുക്കായി ആ വാതായനങ്ങളുടെ പ്രവേശനത്തിനായി അവിടുന്ന് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ ഈ യാത്രയിലേക്കാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള അവരുടെ നീക്കം എന്ന് നാം ഒന്ന് ചിന്തിക്കണം. അതോ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് പകരം പിതൃഭവനത്തിൽ നിന്നും അകന്നു പോകുന്ന ധൂർത്തപത്രയുടെ ആ ഒരു പാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുകൂടിയുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ശ്രീ ടി വിനയചന്ദ്രൻ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ ഇപ്രകാരം കുറിച്ചിരിക്കുന്നു: വീട്ടിലേക്ക് എന്ന് പോകുന്നു ചോദിക്കുന്ന കൂട്ടുകാർ, വീടേത്? ഇവിടെ അന്യമാകുന്ന ബന്ധങ്ങളുടെ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം മനുഷ്യനെ അത്ര കണ്ട് അന്യവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വീട്ടിലേക്ക് എന്ന് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് വീടേത് എന്നുള്ള മറുചോദ്യമാണ് ഉത്തരമായി ലഭിക്കുന്നത്. വീട്ടിലേക്കുള്ള വഴിയും വീട് തന്നെയും വിസ്മൃതിയുടെ ചാരം വീണ് മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തമെന്ന് കരുതിയവരെല്ലാം അനാഥമാകുന്ന അവസ്ഥയാണ് ഇന്ന് സംജാതമാകുന്നത്. ഈ അവസ്ഥയിൽ നിന്നാണ് പിതൃഭവനത്തിലേക്ക് തിരികെ കുതിക്കുന്ന ധൂർത്തപുത്രന്റെ മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടത്. മിസ്റ്റിക് കവി ഖലീൽ ജിബ്രാൻ ഈശോയെ കുറിച്ച് എഴുതി: ഈ നസ്രത്തുകാരൻ ദുർബലനായിരുന്നില്ല, ഭയമില്ലായിരുന്നു, ഇപ്പോഴും അതിശക്തനായിട്ട് തുടരുകയാണ്. അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായി അവിടുന്ന് ഇന്നും നിലനിൽക്കുന്നു. ഈ നസ്രത്തുകാരനാണ് വഴി ചോദിച്ചവരോട് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പഠിപ്പിച്ചത്. ക്രൈസ്തവ ജീവിതത്തിന്റെ മാർഗങ്ങളും ലക്ഷ്യവുമെല്ലാം ഈശോയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഉപേക്ഷിച്ച് ഈശോയുടെ മാർഗലക്ഷ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാം മാർഗവാസികളായിട്ട് തീരേണ്ടതുണ്ട്. തമോയിസം എന്ന മതത്തിന്റെ സ്ഥാപകനാണ് ലെവോൺസ്. തമോ എന്ന വാക്കിന്റെ അർത്ഥം വഴി എന്നാണ്. തന്റെ അനുയായികൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഒരിക്കൽ അദ്ദേഹത്തോട് ശരിയായ വഴികൊണ്ട് നടക്കുവാൻ താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശിഷ്യൻ സമീപിക്കുന്നു.
ഗുരു നൽകുന്ന മറുപടി സർവ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വയ്ക്കുക എന്നാണ്. ശിഷ്യൻ തുടർന്ന് ചോദിക്കുകയാണ്, പിന്നീട് ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ഗുരു പറയുന്ന മറുപടി ഇതാണ്, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക. അപ്പോൾ തനിക്ക് എന്ത് ലാഭമാണുണ്ട് എന്നുള്ളതായി ശിഷ്യന്റെ ചോദ്യം. ഗുരു അദ്ദേഹത്തോട് പറയുകയാണ്, അപ്പോൾ താങ്കൾക്ക് മരണം വരെ തികഞ്ഞ സംതൃപ്തി ലഭിക്കും. അത് കേട്ട ശിഷ്യൻ വീണ്ടും ചോദിക്കുന്നു, അത് കഴിഞ്ഞാൽ എന്നുള്ള ചോദ്യത്തിന് ഗുരുവിന് മറുപടി പറയാൻ ഉണ്ടാകുമായിരുന്നില്ല. അതിനപ്പുറം മാർഗം പറഞ്ഞു തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നാണ് ആ ഗുരു പറയുന്നത്. മതാചാര്യനായ ലോഡ്സേക്ക് പോലും മരണം വരെ വഴി നടത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. അതിനുമപ്പുറം അദ്ദേഹം അശക്തനാണ്. എന്നാൽ മരണത്തിന്റെ അതിർവരമ്പുകൾക്കും അപ്പുറം ജീവിതമുണ്ട് എന്നും അവിടേക്ക് തന്നിലൂടെ മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നും ഈശോ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ കാണിച്ചു തന്ന വഴി കുറുക്കു വഴിയല്ല, അത് നേർവഴി തന്നെയാണ്. ആ വഴി ഇടുങ്ങിയതാണ്, അത് ത്യാഗത്തിന്റെ വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്തവ്യം ഈശോ കാണിച്ചു തന്ന ഈ വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വഴിയെ ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട 4 കാര്യങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 36-ാം അധ്യായം ആരംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 നീതി പ്രവർത്തിക്കുക, 2 തിന്മ ഉപേക്ഷിക്കുക, 3 സാബത്ത് ആചരിക്കുക, 4 ഉടമ്പടി പാലിക്കുക. വഴിയെ നടക്കുന്നവന് വലതുവശത്ത് ചേർന്ന് നടക്കണം. നമുക്കറിവുള്ള കാര്യമാണ്. വഴിയാത്രയിൽ അതാണ് നല്ല ഭാഗം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ജീവിതയാത്രയിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട നല്ല ഭാഗം അത് കർത്താവാണ്. കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ എഴുതി, വീഴരുത് വഴിയിൽ, മുഴുകരുത് വഴിയിൽ, പൊഴിയരുത് വഴിയിൽ, താഴരുത് വഴിയിൽ. സങ്കീർത്തകൻ 25:4 പറയുന്നു, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. വഴി അറിയുന്നവനായ ഈശോയുടെ മുമ്പിൽ വഴി അറിയാത്തവരായ നാം ശിരസ്സ് നമിച്ച് പൂർണ്ണമായും സമർപ്പിക്കുക. കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ. ഇതാണ് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ. പിതാവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങയുടെ കരങ്ങളിൽ എന്റെ പിതാവിനെ സമർപ്പിക്കുന്നു. ഇതാണ് പുത്രന്റെ വാക്കുകൾ. ഈ അമ്മയുടെ മകന്റെയും ഈ മനോഭാവങ്ങളെ ഹൃദയങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന സത്യത്തിന്റെ വഴിയിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമുക്ക് യാത്രയാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവനിലേക്ക് നയിക്കുന്ന സത്യമാർഗമേ, പാദങ്ങൾ ഇടറാതെ, പാതകൾ ഇരുടാതെ സത്യമാർഗത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൊടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ വിഷയമായും നിന്റെ പുനരുദ്ധാരണത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാരണം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ
നിറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ്കോസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേപ്പ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യോസേപ്പ് മെത്രാനെയും മാർ യാക്കോബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെ ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചെടുക്കാൻ സഹായ നിന്റെ സഭയിൽ സദാ സുഖനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ പരിധിയോട് ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും നിങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, സിദ്ധനായിരിക്കുമേ. അങ്ങയുടെ പരിശുദ്ധങ്ങളുടെ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദൈവസ്വഭാവത്തിനുമായി ഉണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾക്ക് ഉൾപ്പെടുത്തപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശക്തിയുടെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരമായ കരുണയാതിരകത്താൽ യോഗ്യരാക്കി കർത്താവെ അങ്ങയുടെ കൃപാവരങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്തായ ജനത്തിന്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയാകുമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭാഗ്യപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ ഉദ്ധതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കുരിശിൽ മരണത്താൽ ജീവൻ
Thank you.
പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറിനാലും മൃത്യുവാനവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂരി മണ്ണിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ പ്രഭവമാർന്ന സത്യദൈവമാ ജീവനെ ഇടുന്ന മഹിമ പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും മധ്യമധ്യായപ്പു നിത്യജീവൻ ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെ, ബ്രഹ്മചാരികളുടെ, കന്യകകളുടെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരനെ എന്റെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. അണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
സുഖം കാണിക്കുകയും ചെയ്തു. സുഖവാസികളെ ആയിരങ്ങളും അനാഥമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. ഭക്തിമേന്മാരും നിരൂപികളുമായ സത്യശീലങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും നിരൂപികളുമായ പ്രവയന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം വീണ്ടും വരുവോനും തന്നെ. ഉന്നത വീതിയിലോശാന, കർത്താവാദികളെ സത്യയാഗങ്ങളുടെ നിങ്ങളുടെ സമർപ്പിക്കുന്നു. അങ്ങയിൽ വർദ്ധിക്കുന്ന ആരാധന അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശരിനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ മധ്യമായ ശരീരത്തിലൂടെ പരിപൂർണനിഷ്ഠനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് ഞങ്ങളാവരെയും തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ ചരിത്രങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ മകനിലേക്ക് കണ്ണുകളെത്തി വാഴ്ത്തി വിഭജിച്ച ശിശുമാർദ്ദനം കൊണ്ട് ചെയ്തു. ഇത് പാപമാകുന്നതിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസികമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി കൊണ്ട് ചെയ്തു. ഇത് പാപമാചരണത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങൾ കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഈ ഒരു ബലഹീനമായ ദാസ
അധപതിച്ചു ഞങ്ങളെ സുന്ദരിക്കുകയും കുതിരാജങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങളിൽ ക്ഷമിച്ചു വിശുദ്ധീകരിച്ച് നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി നിങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി നിങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നിങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ചിത്തനാരിയുമേ, പ്രധാനാചാര്യനും സമുദ്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ഗീവർഗീസ് പിതാവിനായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവിനായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമായ വേണ്ടിയും വേണ്ടിയും സിദ്ധാന്തയായ സഭയുടെ വേണ്ടിയും പുരോഗതിമാർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മണ്ണുകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രത്യേകമായ വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശതരം ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും നാഗരികമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തിലെ പ്രത്യാശാപൂർവ്വകാത്തിരിക്കുന്നതായി ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്തിനും കുർബാനത്തിനും അങ്ങയുടെ ജനത്തിനായി ഞങ്ങൾ വർദ്ധിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും പ്രവർത്തിക്കരുത്. അങ്ങയുടെ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നതായ ശരീരം വഴി ഞാൻ കിടങ്ങളുടെ പ്രവർത്തിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മരിക്കുന്നതിയാനന്ദമാന്മാരും വിശുദ്ധനുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണയുടെ ഔന്നയവും സമൃദ്ധവുമായ വികാസം ജാതമാക്കണമേ. ജീവിതകാലം അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് തർക്കപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീമാർ, സാക്ഷിമാർ, പിതൃപാലകന്മാർ, പിതാമാർ, പുരോഹിതന്മാർ, ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താലും മധുരം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സ്നേഹമായ എല്ലാവർക്കും ആവശ്യമായ നന്മകളുടെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചതെല്ലാം അറിയട്ടെ. കർത്താവേ, സ്ഥിരമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ലഭിച്ചുകൂടിയപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥൻ രക്ഷകനായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മകനീയവും ഭയങ്കരവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ സന്ദേശത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസന്റെ കുർബാനകൾ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബഹുകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പാപങ്ങളുടെ മാനത്തിനും മരിച്ചവരുടെ ഉയർത്തുള്ള വലിയ പ്രത്യാശയും ഇതിനെ പ്രതിപ്രത്യാലോചന ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ
ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ അധരങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. വിശ്വാസത്തിലൂടെ അങ്ങയുടെ ഞങ്ങളെല്ലാവരും വന്നു ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സ്തുതിയായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. തന്റെ തിരുശരീരത്താൽ ജീവിക്കുന്നവൻ സ്വർഗ്ഗത്തിലെ മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ കേൾപ്പിക്കുന്ന കർത്താവിശിഹായുടെ കൃപാവരം അവിടുത്തെ കരുണ നാമെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരനെ വരുവിൻ. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. എന്റെ ഈശോയേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി
ആത്മീയവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ഉദ്ധാരണമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് നൽകിയ മൊത്തത്തെയോർത്ത് സ്വർഗരാജ്യത്തിൽ സകലനീതിമാന്മാരുടെ കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ കുർബാന വഴി ഉദ്ധാരണത്തിന്റെ രഹസ്യത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അന്ധകാരത്തിന് ഇന്ന് നമ്മൾ പ്രകാശിപ്പിക്കുന്ന ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധനായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സകലവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ